ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം പുതിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ അടുക്കളയിൽ വന്നതാണ്. ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഓട്ടടയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പത്താണ് ഇന്ന് ഓട്ടട ഉണ്ടാക്കുന്നത്. വിറകടുപ്പത്ത് ഉണ്ടാക്കിയാലേ ഓട്ടട നന്നാവുള്ളൂ എന്നൊക്കെയല്ലേ നമ്മൾ പറയാല്. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഗ്യാസ് അടുപ്പുമ്മൽ വെച്ചാൽ ഓട്ടട എത്ര ആയാലും നന്നായി കിട്ടൂലേനി. അപ്പം ഇപ്പോൾ ഞാൻ ചുട്ട് അങ്ങനെ റെഡി ആയിട്ടോ. എൻ്റെ അമ്മ പറഞ്ഞ കുറച്ച് ടിപ്സൊക്കെ ഞാനങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല നന്നാവും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഗ്യാസുമ്മ തന്നെയാണ് ഓട്ടടയൊക്കെ ഉണ്ടാക്കുക, എന്നാലും നല്ലോണം നന്നാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും എൻ്റെ നന്നാവില്ല എന്നൊക്കെ. അങ്ങനെ നന്നാവാതെ നിന്നിട്ട് ഞാൻ കുറേ ഓട്ടട ചുടാതെ അങ്ങനെ ഒഴിച്ചിട്ടിട്ടോ. ആ ഭാഗം അങ്ങോട്ട് ഒഴിച്ചിട്ടേക്കേനി. ഇപ്പോൾ ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് അടിപൊളി ഓട്ടട ഗ്യാസ് അടുപ്പത്ത് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 1.5 ഗ്ലാസ് പച്ചരി വെള്ളത്തിട്ടതേന് കേട്ടോ. 1.5 ഗ്ലാസ് പച്ചരിയാണ്. അതിക്ക് ഞാനിതാ ഒരു 3/4 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. ഏത് അരിൻ്റെ ചോറായാലും മതിയാവും കേട്ടോ. ചോറും അരിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ചിലർ മുട്ടയൊക്കെ കൂട്ടലുണ്ട്, മുട്ടേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അരിയും ചോറ് മാത്രം അരച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാവ് അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. പിന്നെ ഞാനതിൽ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓട്ടട. കറി ഇല്ലെങ്കിലും സ്വന്തം അങ്ങനെ കടിച്ച് തിന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇട്ട് ചുട്ടാൽ. പിന്നെ അതൊരു 1.5 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയില്ലേ, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും ഇതിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു മണമായിരിക്കും ചുട്ടെടുക്കുമ്പോൾ, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതാ ഓട്ടട ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാനിതാ 1.5 കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിക്കണ്. ചട്ടി നല്ലോണം ചൂടാണ് കേട്ടോ. ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ തീ നല്ലോണം കൂട്ടി വെക്കും വേണം. എന്നിട്ട് ഇതങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങുമല്ലോ, ആ ഒരു ടൈമിൽ തീ സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം ഹോൾസൊക്കെ വന്നതിൻ്റെ ശേഷം അടച്ച് വെച്ചാൽ മതി. ഓട്ടട ആകുമ്പോൾ ഹോൾസൊക്കെ ഇങ്ങനെ കാണണമല്ലോ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. പെട്ടെന്ന് അടച്ച് വെച്ചാൽ അതങ്ങോട്ട് പൊള്ളി പോളായി വരും കേട്ടോ. അങ്ങനെ അതാ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഓട്ടടയ്ക്ക് ഒരുപാട് സമയം ആവുമൊന്നുമില്ല. കണ്ടില്ലേ, നല്ല ആരെടുത്ത ഓട്ടട തന്നെ കിട്ടിയിരിക്കണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഗ്യാസുമ്മ തന്നെ നല്ല അടിപൊളി ആയിട്ട് ഓട്ടട ചുട്ടെടുക്കാൻ പറ്റും. ചോറും അരി മാത്രം അരച്ചാൽ മതി. പിന്നെ ചിലതിലൊന്നും ചോറ് കൂട്ടില്ല കേട്ടോ. അരി അരച്ചതിൻ്റെ ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചുട്ടിട്ട് എനിക്ക് നന്നായി കിട്ടിയില്ല കേട്ടോ. ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ പൊടിയൊക്കെ പാടെ വെന്തിങ്ങോട്ട് കട്ടയാവും. ശരിക്കും കട്ട ഉടഞ്ഞിട്ട് എനിക്ക് പിന്നെ പ്രയാസമാണ്. അപ്പം അങ്ങനെ ചെയ്യണവരുണ്ട്. എനിക്കങ്ങനെ പെർഫെക്റ്റായി കിട്ടലില്ല. ഞാൻ ചോറ് ചേർത്ത് തന്നെയാണ് അരക്കുക. മാവ് ഒരുപാട് കട്ടിയാവരുത്, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ലൂസാവും ചെയ്യരുത്. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു കട്ടിക്ക് ഉണ്ടാക്കിയാൽ മതി മാവ്. അപ്പോൾ അതാ നമ്മൾ ഓട്ടടയൊക്കെ ഇവിടെ ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിരിക്കണ്. അടിയൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ. അടിയൊക്കെ നല്ല വെള്ളമായിക്കുണ്ട്. ഓട്ടടൻ്റെ അടിഭാഗം ഉണ്ടാവില്ല, ഒക്കെ കരിയാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഓട്ടടയൊക്കെ ഇവിടെ ചുട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഓട്ടടൻ്റെ ബാക്ക് ഭാഗം കണ്ടില്ലേ, കരിയാതെ നല്ല വെള്ള കളറായിട്ട് തന്നെ കിട്ടീന് കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പിലും നമുക്ക് അടിപൊളിയായിട്ട് ഓട്ടട ചുട്ടെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ ചുട്ടിട്ട് ഇങ്ങനെ ആവലുണ്ട്. നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. മാവ് ഒഴിച്ചെടുക്കുമ്പോൾ നല്ല ചൂടിൽ നിൽക്കണം. പിന്നെ മാവ് ഒഴിച്ചെടുത്തതിന് ശേഷം ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ സിമ്മിലാക്കി വെക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഗ്രീൻ പീസും ഇവിടെ വെന്ത് കിട്ടിയിരിക്കണ്. ഗ്രീൻ പീസ് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ അങ്ങോട്ട് എല്ലാ മസാലയൊക്കെ ഇട്ടെടുത്ത് വേവിച്ചേക്കാണ് കേട്ടോ. എന്നിട്ടൊന്ന് തൂമിച്ചാൽ മതി. അപ്പോൾ ചെറിയുള്ളിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി അധികമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ അത്രയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അത്ര തന്നെ വേണമെന്നില്ല. മല്ലിപ്പൊടി ഏറിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല.
അങ്ങനെ താഞ്ഞ് ചായ കുടിക്കലാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയും പാത്രം കഴുകലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഋതുക്കുട്ടന് പുട്ട് വേണമെന്ന് പറഞ്ഞു. മദ്രസ പോയപ്പോൾ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ച് പോയിക്കണ്, ഞാൻ വരുമ്പോൾ നിനക്ക് മദ്രസ ഇട്ട് വരുമ്പോൾ പുട്ട് മതി കേട്ടോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ അരക്കുറ്റി പുട്ടും ചുട്ട് വെച്ചിക്കണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് പുട്ട്. അപ്പം ഓന് പുട്ടാക്കി. പിന്നെ ഇതാ ചോറിന് അരി അടുപ്പത്തിട്ട്. പിന്നെ ഇതാ കുറച്ച് മീനുണ്ട് കേട്ടോ. മീൻ പൊരിച്ചണം. പിന്നെ തലയും വാലൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് അതൊക്കെയാണ്. മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിന് കേട്ടോ. പിന്നെ ഞാനിതാ ഒക്കെ ഒന്ന് മസാല തേച്ച് വെക്കുകയാണ്. അപ്പം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പ്, ഇത്തിരി വിനാഗിരി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം കുഴച്ചിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ചതച്ചത് ചേർക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതേ സമയത്ത് അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ. പിന്നെ അതാട്ടോ തലയും വാലൊക്കെ മാറ്റി വെച്ചിരിക്കണ കറി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ മീനൊരടുപ്പത്ത് പൊരിച്ചാണ്, ഒരടുപ്പത്ത് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. മസാല തേച്ചപ്പോൾ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിച്ചു കേട്ടോ. കറി ഉണ്ടാക്കാൻ നോക്കട്ടെ. പിന്നെ ഉപ്പേരിയും വേറെ ഉള്ളൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഈ മീൻ പൊരിച്ചതും മീൻ കറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടകല്ല ഉലുവ ഇട്ടെടുത്തു കേട്ടോ. ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മീൻ കറിക്ക് സവാള ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം 3 തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിക്കണ്. അപ്പം സവാള ഞാൻ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുകയില്ല. ചിലപ്പോൾ ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കേണ്ട ടൈമിലൊക്കെ ചേർത്ത് കൊടുക്കലുള്ളൂ കേട്ടോ. സവാള ചേർക്കാതെ തന്നെയാണ് മീൻ കറിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും ചെയ്യുക. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഇതിലേക്ക് ഞാനിതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും പകുതിയായിട്ടാണ് കേട്ടോ മീൻ കറിയിലൊക്കെ ചേർത്ത് കൊടുക്കുക. മീൻ കറി ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ കറിക്കൊക്കെ ഒരു കളറ് നല്ലോണം ഉണ്ടാകുമ്പോൾ തന്നെ കാണാനൊരു ഭംഗിയാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ എനിക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻ കറി ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. അല്ല ഞാനിവിടെ സിറ്റ് ഔട്ടിൽ ഒന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചെടികളൊക്കെയാണിത്. ചെറിയ കുഞ്ഞു ചെടിയായെന്ന് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഒരുപാട് ഉഷാറായി വലുതായിക്കണ്. ഒക്കെ കുഞ്ഞുമോനാണ് കേട്ടോ അതിൻ്റെ കെയറിങ്ങൊക്കെ എല്ലാം നോക്കണതൊക്കെ. അപ്പോൾ പിന്നെ ഇതാ ഞാൻ ചോറുന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.